ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെം BA ഹിസ്റ്ററിക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളം നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് എന്നാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള 2 പ്രധാന ഏരിയകളാണ് ഇതിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്നാമത് വരുന്നത് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ ഉൽപ്പാദനത്തെക്കുറിച്ചാണ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ ഉൽപ്പാദനത്തെക്കുറിച്ച്. അതായത് കേരളം മഴക്കാടുകളും പർവ്വതങ്ങളും ഉള്ള സംസ്ഥാനമായതുകൊണ്ട് ജലസേചനവും ജലവൈദ്യുത ഉൽപ്പാദനവുമാണ് പ്രധാന ജലോപയോഗ മേഖലകളായിട്ട് വരുന്നത്. അതിൽ ജലസേചന പദ്ധതികളിൽ വലിയത് വരുന്നത് മുല്ലപ്പെരിയാർ പദ്ധതിയാണ്. മുല്ലപ്പെരിയാർ പദ്ധതി എന്ന് നമ്മൾ തമിഴ്നാടുമായിട്ട് ചേർന്ന് നടത്തപ്പെടുന്ന ഒരു വലിയ പദ്ധതിയാണ് മുല്ലപ്പെരിയാർ പദ്ധതി. ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്ന് ഇടുക്കി പദ്ധതിയാണ്. ഇടുക്കി പദ്ധതി പ്രധാനമായിട്ടും വൈദ്യുതോൽപാദനത്തിന് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ജലസേചനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാട്ടുപ്പെട്ടി അണക്കെട്ടാണ്. ഇത് ഇടുക്കിയിലെ മൂന്നാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ തോതിലുള്ള ജലസേചനത്തിനും ടൂറിസത്തിനും ഏതുപയോഗിക്കുന്നു? മാട്ടുപ്പെട്ടി അണക്കെട്ട് ഉപയോഗിക്കുന്നു. ഇനി ഒന്ന് പമ്പ ജലവൈദ്യുത പദ്ധതിയും ജലസേചന പദ്ധതിയും. അപ്പോൾ അത് രണ്ടിനും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന പേരിൽ നിന്ന് നമുക്ക് പമ്പ ജലവൈദ്യുത പദ്ധതിയും ജലസേചന പദ്ധതിയും പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ചാലക്കുടി നദി ജലസേചന പദ്ധതി തൃശ്ശൂർ ജില്ലയിലാണ് അതുള്ളത്. കൃഷിക്കാണ് അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? കേരളത്തിലെ വൈദ്യുതോൽപാദനത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. അതിലൊന്ന് വരുന്നത് ഇടുക്കി വൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 780 മെഗാവാട്ട് ശേഷിയുള്ള ഇതിന് കേരളത്തിലെ വൈദ്യുതോൽപാദനത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ സംഭാവന ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ശബരിഗിരി പദ്ധതിയാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിഗിരി പദ്ധതി പമ്പാ നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 300 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് പള്ളിവാസൽ, ചെറുതോണി, ചെമ്പുകാട്, അതുപോലെ മഞ്ഞലപ്പുഴ, സെൻറ്റ് ജോർജ് തുടങ്ങിയ ചെറിയ അണക്കെട്ടുകൾ പദ്ധതികളാണ്. കാക്കനാട് പിന്നെ മറ്റൊന്ന് അത് സംസ്ഥാനത്തിൻ്റെ വൈദ്യുത ആവശ്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കാക്കനാട് പദ്ധതിയാണ്. കാക്കനാട് പദ്ധതി പീരുമേടിന് സമീപം ചെറിയ തോതിലുള്ള ഒരു പദ്ധതിയാണ് കാക്കനാട് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ജലസേചന പദ്ധതികൾ കൃഷിക്ക് ആവശ്യമായ ജലം എത്തിക്കുക എന്നതാണ് ജലസേചന പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ വൈദ്യുത ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ലക്ഷ്യമിടുന്നു. മഴയെ ആശ്രയിച്ചുള്ള ജലസേചനമാണ് കേരളത്തിൽ കൂടുതലും കാണപ്പെടുന്നത്. അപ്പം മലനിരകളിൽ നിന്ന് ലഭിക്കുന്ന ജലസ്രോതസ്സുകളുണ്ട്. അതനുസരിച്ച് പദ്ധതിയുടെ നിർമ്മാണം വേറെയും നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ 2 നമ്മുടെ ഏരിയകളാണ് നമുക്ക് പ്രധാനം. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ, വ്യവസായ, വാണിജ്യ വികസനത്തിൽ നദികളും കായൽ സംവിധാനങ്ങളും വഹിക്കുന്ന പ്രാധാന്യമാണ്. ഇതിൻ്റെയൊക്കെയാണ് രാഷ്ട്രീയ, വ്യാവസായിക, വാണിജ്യ വികസനത്തിൽ. അപ്പോൾ ഓരോന്ന് എടുത്ത് നമുക്ക് പറയണം. ആദ്യം നമുക്ക് രാഷ്ട്രീയ പ്രാധാന്യം നോക്കാം. രാഷ്ട്രീയ പ്രാധാന്യത്തിൽ വികസന പദ്ധതികൾക്ക് അടിസ്ഥാനമാണിവ. നദികളെയും കായലുകളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാറുണ്ട്. അത് പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലും ഭരണഘടനാ തലത്തിൽ നദികളുടെ അവകാശം സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കിടയിലെ രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടാകാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്, മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം തമിഴ്നാടും തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്നത് ജലവും അതുമായിട്ടുള്ള നിയമനിർമ്മാണവുമാണ്. അതായത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ തയ്യാറാക്കാറുണ്ട്. ഇത് രാഷ്ട്രീയ അജണ്ടയിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ അതിനുദാഹരണം കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട്, അങ്ങനൊരു നിയമമുണ്ട്. പിന്നെ വ്യവസായ വികസനത്തിലുള്ള പങ്കാണ്. രാഷ്ട്രീയത്തിൽ അത് രണ്ടുമാണ്. ഏതൊക്കെയാണ്? വികസന പദ്ധതികൾക്ക് അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ വായു അത് സംബന്ധമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ വരും. പിന്നെ വ്യാവസായിക വികസനമാണ് അടുത്തത്. ജലവൈദ്യുത പദ്ധതികൾക്ക് പങ്കുണ്ടതിൽ. ജലവൈദ്യുത പദ്ധതികൾക്ക് വ്യാവസായിക വികസനത്തിൽ പങ്ക് എന്ന് പറയുമ്പോൾ നദികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നൽകുന്നുണ്ട്. ഇടുക്കി, ശബരിഗിരി തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങൾ. പിന്നെ ജലസേചനത്തിനാണ്. കായലുകളും നദികളും കൃഷിയിടങ്ങൾക്കും ഫാക്ടറികൾക്കും ജലസേചന സൗകര്യം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും അഗ്രോ ഇൻഡസ്ട്രികൾക്ക്, അതായത് കാർഷിക വ്യവസായങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ടും സഹായകമാകുന്നത്.
പിന്നെ ഫിഷറീസ് വ്യവസായം, മത്സ്യ വ്യവസായത്തിന് കായലുകളിൽ മത്സ്യബന്ധനത്തെയും കൃഷിയെയും ആശ്രയിച്ച് തൊഴിൽ സാധ്യതകളും അതുപോലെ ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റുകളും ഉയർന്നു വരാറുണ്ട്. പിന്നെ വേറൊന്ന് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടാണ്. അതായത് മുൻകാലത്ത് വലിയ തോതിൽ തോട്ടം ഉൽപ്പന്നങ്ങൾക്കും മരം അതുപോലെ അണക്കെട്ട് നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയവയ്ക്കൊക്കെ നദീമാർഗം ഉപയോഗിച്ചിരുന്നു, കൊണ്ടുപോകാനൊക്കെ നദീമാർഗം ഉപയോഗിച്ചിരുന്നു. അതാണ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി വാണിജ്യ വികസനത്തിൽ എന്താണ് പങ്ക്? 2 രാഷ്ട്രീയ വികസനത്തിൽ പറഞ്ഞു, രാഷ്ട്രീയ പ്രാധാന്യം പറഞ്ഞു, പിന്നെ വാണിജ്യ വ്യവസായ വികസനത്തിലുള്ളത് പറഞ്ഞു. ഇനി മൂന്നാമത്തത് വാണിജ്യ വികസനമാണ്. വാണിജ്യ വികസനത്തിലെ കായലുകളും ബോട്ട് മാർഗ്ഗങ്ങളും ഒരു പ്രധാനമാണ്. എന്ന് വെച്ചാൽ കച്ചവടത്തിനും യാത്രകൾക്കുമുള്ള പ്രധാന മാർഗ്ഗങ്ങളായിട്ടാണ് കായലുകളെയും ബോട്ട് മാർഗ്ഗങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് വാലഞ്ചേരി, ആലപ്പുഴ, കോട്ടയം, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ബോട്ടിംഗ് ടൂറിസം അറിയാമല്ലോ അല്ലേ? എന്താണ് ബോട്ടിംഗ്? കായൽ മേഖലകളിലെ ബോട്ട് ടൂറിസം അഥവാ ഹൗസ് ബോട്ട് എന്ന് പറയും നമ്മൾ അല്ലേ? അത് വാണിജ്യ വരുമാനത്തിലേക്ക് ഗണ്യമായ ഒരു സംഭാവന നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. അതുപോലെ സഹപര്യവേഷണ വ്യവസായത്തെയും ഗൈഡ് സേവനങ്ങളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നെ മത്സ്യവ്യാപാരവും കയറ്റുമതിയാണ് വാണിജ്യ വികസനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട. ഇതാണ് മത്സ്യവ്യാപാരവും അതിൻ്റെ കയറ്റുമതി. കായലുകൾ പ്രത്യേകിച്ചും വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ തുടങ്ങിയവയൊക്കെ മത്സ്യ കയറ്റുമതിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളവയാണ്. പിന്നെ തുറമുഖങ്ങളുടെ വളർച്ചയെയും ഇത് സഹായിക്കുന്നു. 2 ഏരിയ ഇതിൽ പ്രധാനം എന്ന് പറയുമ്പോൾ ഒന്ന് കേരളത്തിലെ പിന്നെ ജലസേചനവും ജലവൈദ്യുത പദ്ധതികളുമാണ്. അതിൽ ജലസേചന പദ്ധതികളിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? മുല്ലപ്പെരിയാർ പദ്ധതി, ഇടുക്കി പദ്ധതി, മാട്ടുപ്പെട്ടി അണക്കെട്ട്, പമ്പ ജലസേചന പദ്ധതി അല്ലേ? പിന്നെ ചാലക്കുടി നദി ജലസേചന പദ്ധതി. പിന്നെ ജലവൈദ്യുത പദ്ധതികളിൽ നമ്മൾ പറഞ്ഞത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി, പിന്നെ ശബരിഗിരി പദ്ധതി, അതുപോലെ പള്ളിവാസൽ, ചെറുതോണി, ചമ്പുക്കാട്, മഞ്ഞലപ്പുഴ, സെൻറ്റ് ജോർജ് തുടങ്ങിയ ചെറിയ പദ്ധതികൾ, പിന്നെ കാക്കനാട് പദ്ധതി. നമ്മൾ രണ്ടാമത് മേഖല പറഞ്ഞത് ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവസായ വാണിജ്യ വികസനത്തിൽ നദികളുടെയും കായലുകളുടെയും പങ്കാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യത്തിൽ വികസന പദ്ധതികൾക്ക് അടിസ്ഥാനമാണെന്ന് പറഞ്ഞു. പിന്നെ നിയമനിർമ്മാണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വ്യവസായ വികസനത്തിൽ ജലവൈദ്യുത പദ്ധതികൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ജലസേചന പദ്ധതികൾ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വാണിജ്യ വികസനത്തിൽ വരുന്നത് കായലുകളും ബോട്ട് മാർഗ്ഗങ്ങളുമാണ്. പിന്നെ മറ്റൊന്ന് ബോട്ടിംഗ് ടൂറിസമാണ്. ഇതിൽ വാണിജ്യ വികസനത്തിൽ പ്രധാനമായിട്ടുള്ളത് ബോട്ടിംഗ് ടൂറിസമാണ്. ഹൗസ് ബോട്ടാണ് പ്രധാനം. അത് അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാവുക വെച്ചാൽ അങ്ങനെ എഴുതിയാലും. പിന്നെ വ്യാപാരത്തെയും കയറ്റുമതിയെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതും വാണിജ്യ വികസനത്തിലേക്ക് നയിക്കും. പിന്നെ വാണിജ്യ വികസനത്തിന് ഏറ്റവും ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ത്? തുറമുഖങ്ങളുടെ വികസനം. തുറമുഖങ്ങൾ വികസിക്കുന്നതും വാണിജ്യ വികസനത്തിന് അടിസ്ഥാനമാകും. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ, പഠിക്കാനുള്ള മേഖലകൾ കേട്ടോ. ഓക്കെ, താങ്ക്സ്.